ഹായ് കൂട്ടുകാരെ, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട അവിയൽ തയ്യാറാക്കിയാലോ? അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത്. തേങ്ങയിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം ഗരം മസാലയും ഒരു തുള്ളി ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് അരച്ചു വെച്ചതാണ് ഈ അരപ്പ്. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം അത് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 5 മുട്ടയ്ക്ക് 3 സവാള എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യാനുസരണം അത് നമുക്ക് ഉപയോഗിക്കാം. അത് വഴണ്ട് വരുവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് അത്യാവശ്യം വഴണ്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 3 ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഈ തേങ്ങയിലുള്ള അരപ്പൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണേ. അത് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് അല്പനേരം വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് അരപ്പ് ഇളക്കി വെച്ച് കൊടുക്കണം. അത് ഉരുളക്കിഴങ്ങ് വേകുന്നത് വരെ നമുക്കതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം 5 മുട്ട, ഒരു മുട്ടയെ 4ആയിട്ട് കീറി എടുത്തതാണ്. അതിനെ നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് പൊടിയാതെ നമുക്ക് അരപ്പെല്ലാം കൂടെ അതിലേക്ക് ചേർത്തെടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് മിക്സാക്കി വെച്ച് അത് അടച്ചു വെച്ച് അല്പനേരം ആ അരപ്പത്രയും വറ്റിച്ചെടുക്കാം. അത് നന്നായിട്ട് വറ്റി വരുമ്പോൾ നല്ല സ്വാദിഷ്ടമായ മുട്ട അവിയൽ തയ്യാർ. ഇതിലല്പം എണ്ണ കൂടെ നമുക്ക് ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ചോറും മുട്ട അവിയലും മാത്രമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.